ഹായ് സുഹൃത്തുക്കളെ, ഹൗ ടു ബൂസ്റ്റ് ദ സ്പീഡ് ഇൻ വിൻഡോസ് 11. വിൻഡോസ് 11ലെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും ടെംപ്സ് ഫയൽ ഡിലീറ്റ് ചെയ്യും. ആ വിൻഡോസ് ടെംപ്സ് ഫസ്റ്റ് തന്നെ. പിന്നെ കാണുന്നത് പ്രൊഫൈൽ ടെംപ്സ്, അത് രണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. കൺട്രോൾ എ ദെൻ ഡിലീറ്റ്. അത് വിൻഡോസ് റണ്ണിൽ പോയി ടെമ്പ് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ടെമ്പ് പെർസെൻറ്റേജ് അത് സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക. എൻ്റെ മെഷീനിൽ ടെമ്പററി ഫയൽസ് വളരെ കുറച്ചാണുള്ളത്, റിസെൻ്റ്ലി ഡിലീറ്റ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റായി നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസേഷൻ ചെയ്യുന്നത്. അതായത് CPU യൂട്ടിലൈസേഷൻ, മെമ്മറി, ഡിസ്ക് യൂട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് നോക്കി നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് അനാവശ്യമായ കൂടുതൽ യൂട്ടിലൈസേഷന് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കൂടാതെ സ്റ്റാർട്ടപ്പിൽ പോയി സ്റ്റാർട്ടിൽ അത് മാത്രമല്ല സർവീസിൽ നോക്കാം ഏതൊക്കെയാണ്. ഇപ്പോൾ ഇനി ഡെസ്ക് ഇതൊന്നും നമുക്ക് സ്റ്റാർട്ടപ്പിൽ തന്നെ റൺ ചെയ്യേണ്ട കാര്യങ്ങളില്ല ഈ സർവീസുകളൊക്കെ. അപ്പോൾ അതിന് മാനുവലാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് വിൻഡോസ് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഈ സർവീസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന, അതായത് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തതായി സ്റ്റാർട്ടപ്പ് വിൻഡോസ് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഏതൊക്കെ സ്റ്റാർട്ടപ്പിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ അനാവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാം സ്റ്റാർട്ടപ്പിൽ നിന്ന്. ഉദാഹരണമായി വൺ ഡ്രൈവ്, അതേപോലെ എനി ഡെസ്ക്, ഫോൺ ലിങ്ക് എന്നിവയെല്ലാം നമുക്ക് സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം. പക്ഷേ ആൻറ്റിവൈറസ് ആപ്ലിക്കേഷനെല്ലാം തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ഇതേപോലെ തന്നെ സർവീസിലായാലും നമുക്ക് ആവശ്യമായിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിരിക്കട്ടെ. അടുത്തതായി നമുക്ക് സി ഡ്രൈവിൽ പോകാം. സി ഡ്രൈവിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഈ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലെ ഫയൽസുകൾ കംപ്ലീറ്റ് ഫയൽസ് ആ ഫോൾഡർ എല്ലാം ക്ലിയർ ചെയ്യുക. അതൊരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ് ആവും. അതിലൊരുപാട് ഫോൾഡേഴ്സും ഫയൽസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്യാം. വിൻഡോസ് ഫോൾഡറിനകത്ത് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ മെഷീനിലധികം ഈ ടെമ്പററി ഫയൽസോ അതേപോലെ ഇതിൻ്റെ ഈ ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കുറച്ച് ക്ലീനായി കാണുന്നത്. ഓക്കെ, ഫയലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോയില്ലെങ്കിൽ തന്നെ പോകാത്തത് പോകണ്ട, പോകുന്നതെല്ലാം ഡിലീറ്റ് ആയി പോട്ടെ. ഇനി നമുക്ക് സ്റ്റോറേജ് സെറ്റിങ്സിൽ പോയി സ്റ്റോറേജ് സെൻസ് നോക്കാം. അപ്പോൾ സ്റ്റോറേജ് സെൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് അത് നമ്മുടെ ടെമ്പററി ഫയൽസ് എല്ലാ ഇൻഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലീനപ്പ് റെക്കമെൻഡേഷൻ എന്നീ ഡീറ്റെയിൽ എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് വിൻഡോസ് 11. ഓക്കെ, ഇത് ഓണിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ അത് ഓഫിലായിരിക്കും പുതിയ മെഷീനിലെല്ലാം. അത് നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഈ സ്റ്റോറേജ് സെൻസ് എന്നുള്ളത് കണ്ടോ. പിന്നെ ഇതിൽ വരുന്നത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡൗൺലോഡ്സ്, പിന്നെ റീസൈക്കിൾ ബിൻ എന്നീ ഫോൾഡേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം റീസൈക്കിൾ ബിൻ. ഇപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ 6.84 GB ക്ലീൻ ആയി കിട്ടും. പക്ഷേ ഡൗൺലോഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇതിൽ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡൗൺലോഡ്. ഓക്കെ, ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് വിൻഡോസ് 11. ഇനി അടുത്തതായി പ്രൈവസി സെറ്റിങ്സ്. പ്രൈവസി സെറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാതെ ഫസ്റ്റ് തന്നെ ഈ 4 ഓപ്ഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാം. മൈ അഡ്വർടൈസിങ് ID, ലാംഗ്വേജ് ലിസ്റ്റ്, അതുപോലെ ട്രാക്കിംഗ് അപ്പ് ലോഞ്ചേഴ്സ്, പിന്നെ ഷോ സജസ്റ്റഡ് ചില ആപ്ലിക്കേഷൻ ഏതെങ്കിലും വരുന്നതിന് പുതിയ ആപ്ലിക്കേഷനൊക്കെ സജഷൻ തരുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. കൂടാതെ സ്പീച്ച് നമ്മളിപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും സ്പീച്ച്, അതായത് വേർഡ് ഫയലിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംസാരിക്കുന്നത് അതൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. ഫോണിലാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസ്, ഓക്കെ, ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് അതും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അതായത് ചില വേർഡുകൾക്ക് ഡിക്ഷണറി സപ്പോർട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആകുന്ന ഒരു ഓപ്ഷൻ മനസ്സിലായോ.
ജമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി GUM അങ്ങനത്തെ ബാക്കിയായിട്ട് തിരിച്ചു വരുന്നു. പിന്നെ സെൻഡ് ഓപ്ഷണൽ ഡയഗ്നോസ്റ്റിക് ഡാറ്റ, അതായത് ഇപ്പോൾ സോറി എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങോട്ട് അയക്കാനുള്ളൊരു ഓപ്ഷനാണത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനേബിൾ ചെയ്യുക, ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് എന്തെങ്കിലും. അടുത്തതായി ഈ സെർച്ച് പെർമിഷൻ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അപ്ലിക്കേഷൻസുകൾ നമുക്ക് ലൊക്കേഷനായിട്ട് ലിങ്ക് ചെയ്യണോ വേണ്ടയോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ലിങ്ക് അയക്കുക. ചിലപ്പോൾ ഓഫീസ് ഇമെയിൽ കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലിങ്ക് ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. കൂടാതെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. ഓക്കെ, പിന്നെ മൈക്രോഫോൺ, എന്തെങ്കിലും കോൺഫറൻസ് മീറ്റിംഗ് മീൻസ് സൂം മീറ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ടീംസ് മീറ്റിംഗ് എന്നിവയെല്ലാം മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അല്ലാതെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. ക്യാമറ മൈക്കൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ ചെയ്യുക. പിന്നെ റേഡിയോസ് എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ബ്ലൂടൂത്തിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് റേഡിയോസ്. ഇപ്പോൾ ആ റേഡിയോസ് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ മെസ്സേജിങ് ഓപ്ഷൻസ്, പീപ്പിൾ കണക്ട് എന്നീ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഡിസേബിൾ ചെയ്യുക, ആവശ്യമാണെങ്കിൽ എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്യാതെ വരികയാണെന്ന് വെച്ചാൽ മാത്രം എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. അനാവശ്യമായിട്ടുള്ള ഒരേ സർവീസുകളും ആപ്ലിക്കേഷനുകളുമാണത്. പക്ഷേ ചില കാര്യങ്ങൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും, ആവശ്യമാകുമ്പോൾ നമുക്കത് എനേബിൾ ചെയ്യാം. ഓക്കെ, ഇതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റീസിൽ. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഓക്കെ, അല്ലെ ടാസ്കിലൊക്കെ എന്താണ് എനേബിൾ ചെയ്തിട്ടുള്ളത് വെച്ചാൽ നോക്കി അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ആഡ് ആൻഡ് റിമൂവ് പ്രോഗ്രാംസിൽ പോകാം. അതിൽ അനാവശ്യമായ അപ്ലിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കത്തക്ക എല്ലാ അപ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ഏറ്റവും കൂടുതൽ വലിയ അപ്ലിക്കേഷൻ, സൈസ്, അതിൽ എന്നാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, വെർഷൻ എന്നിവയെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പേസ് ഒന്ന് റിലീസാവും. രണ്ടാമത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള സർവീസുകളും പോയി കിട്ടും. ഓക്കെ, നമ്മൾ ഉപയോഗിക്കാത്ത ചില സർവീസുകളും അതിൽ അപ്ലിക്കേഷനൊക്കെ ക്ലീൻ ആയി കിട്ടും. അതാണ് ഇത് വരുന്നത്. പിന്നെ ഇത് കണ്ടോ, വിഡ്ജറ്റൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാം. താഴെ കണ്ടില്ലേ, എന്താ പറയുക, ഈ പെർസെൻറ്റേജ് കാര്യങ്ങളെല്ലാം. പിന്നെ ഗെയിം ബാർ അത് ഡിസേബിൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ. ഓക്കെ, ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട വിഡ്ജറ്റ് 25%, 25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്, അത് നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ് ആവശ്യമില്ലെങ്കിൽ. അതും ഇൻ്റർനെറ്റിന് നമ്മൾ സിസ്റ്റം പെർഫോമൻസിന് അതുപോലെ ഇൻ്റർനെറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഡിസേബിൾ ചെയ്യുമ്പോൾ അത് അവിടുന്ന് വാനിഷാവും ആ ടാസ്ക് ബാറിൽ നിന്ന്. ഓക്കെ, കണ്ടില്ലേ. പിന്നെ ക്യാമറ മീൻസ് വീഡിയോ. ഓക്കെ, ചാറ്റ്, അതും നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി സിസ്റ്റം പെർഫോമൻസ്, അതായത് സിസ്റ്റം പ്രോപ്പർട്ടീസിൻ്റെ ഉള്ളിൽ സിസ്റ്റം പെർഫോമൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ ബൈ ഡിഫോൾട്ടായിട്ട് സിസ്റ്റം, അതിൽ അഡ്വാൻസിൽ പോവാം, അതിൽ സെറ്റിങ്സ്, പിന്നെ ബൈ ഡിഫോൾട്ടായിട്ട് കമ്പ്യൂട്ടറിന് ആവശ്യമായ ബൈ ഡിഫോൾട്ടായിട്ട് അതാണ് എടുക്കുന്നത്. ഫസ്റ്റത്തെയാണ്. നമുക്കതിനെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ആകെ 4 കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഒന്ന് സേവ് ടാസ്ക് ബാർ, തംബ്നെയിൽ പ്രിവ്യൂ, പിന്നെ ഒന്ന് എനിമേഷൻ ടാസ്ക് ബാർ, ടാസ്ക് ബാർ, അതാവശ്യമാണ്. ഓക്കെ, 4 കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്താൽ മതി. സേവ് ടാസ്ക് ബാർ, തംബ്നെയിൽ, പിന്നെ ഇതന്നെ വിൻഡോസ് കണ്ടൻറ് വൈൽ ഡ്രാഗിങ്, ഇതാവശ്യമാണ് നമുക്ക്. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്ക്രീൻ അത്ര മോശമാവില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഫോൺസ്.
ഇത്തിരി 4 കാര്യങ്ങൾ മാത്രമേ ഇപ്പം നമ്മുടെ മെഷീൻ നല്ല പെർഫോമൻസ് ഉള്ള മെഷീനാണ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഇൻ്റർനെറ്റ് നല്ല കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത്രയും വലിയ ട്യൂണിംഗ് ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും അനാവശ്യമുള്ള കാര്യങ്ങളും ഇത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലപോലെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.